പഴയ കാലത്തെ ടൈപ്പ് റൊമാൻസ് ആണ്. ഡീപ്പാണ്, നമുക്ക് നല്ലപോലെ ഫീലാകും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിടിച്ചു നിൽക്കണതിന് കുഴപ്പമൊന്നുമില്ല. മീൻസ് എല്ലാ പടത്തിനും അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, ആരും മോശം പറയൂല. ലൈറ്റ് ഹാൻഡഡ് പടമാണ് എല്ലാവർക്കും. ഒത്തിരി പ്രണയിക്കുന്ന സിനിമകൾ വന്നിട്ട് ഇത് വെറൈറ്റിയാണ്. ഒരാൾക്ക് തോന്നുന്ന ഇഷ്ടം പറയാനുള്ള മടിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആളുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ അനുഭവം തുറന്നു കാണിക്കുന്ന സിനിമ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഓരോ പാട്ടുകളും നമ്മുടെ മനസ്സിൽ ശരിക്കും കണ്ണ് നിറയുന്ന ഒരു സീനുകൾ വരെ ക്ലൈമാക്സിൽ എത്തുന്നുണ്ട്. ഗംഭീര സിനിമയാണ്. എമ്പുരാനൊപ്പം തന്നെ ഈ സിനിമ ഇറക്കിയ ഇതിൻ്റെ പ്രൊഡ്യൂസറിനും ഇവരോടൊക്കെ ഒരു എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമ കാണാൻ എല്ലാവരും ഉണ്ടാവും. നമ്മൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആളുകൾ കാണും. നമ്മൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ ആളുകളും പറയുന്നതനുസരിച്ചാണ് ഈ സിനിമയുടെ വിജയം. എന്തായാലും സിനിമ ക്ലാസ് സിനിമയാണ്, ഒരു മാറ്റമില്ല. അഭിലാഷ സിനിമ സൂപ്പർ സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് സ്വയം ഫീൽ ചെയ്തത്. ഗംഭീര സിനിമയാണ്, കാണണം, എല്ലാവരും കാണേണ്ട സിനിമയാണ്. നല്ല രസമുള്ളൊരു പടമാണ്. ഒരു എന്താ പറയുക, പ്രണയിച്ചിട്ടുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഭയങ്കര രസമുള്ള പടമാണ്, കൊച്ചു പടമാണ്. നമുക്ക് സന്തോഷിച്ച് ചിലപ്പോൾ സങ്കടപ്പെട്ടൊക്കെ ഇറക്കി പോകാൻ പറ്റിയൊരു പടമാണ്. കാണണം, എല്ലാവരും കാണണം. ഭയങ്കര സന്തോഷം. സുന്ദരമായ സിനിമ കാണണം. എപ്പോഴും വയലൻസ് പോലെ കുറേ സ്നേഹം, നമുക്ക് കുറേ സ്നേഹമുള്ള ഷൈജു എന്റെ രണ്ടാമത്തെ സിനിമയിലാ മോനാവണേ. നല്ല മോനാട്ടോ, എന്റെ കുട്ടി നല്ല കുട്ടിയാ. ഗംഭീര പടം, സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. നെക്സ്റ്റ് വാച്ച് അവസാനം അടിപൊളിയായിരുന്നു. നല്ല ഫീൽ. എല്ലാവരും അഭിപ്രായം അറിയിക്കണമല്ലേ. പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും കരഞ്ഞിട്ട് ഇറങ്ങുന്നത്. എല്ലാവരും മൂവി തിയേറ്ററിൽ വന്ന് കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.